KSU പ്രവർത്തകരെ വിലങ്ങണിയിച്ച് മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് KSU നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. കോലം കത്തിച്ച് പ്രതിഷേധിച്ച പ്രവർത്തകർക്ക് നേരെ നിരവധി തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡ് മറികടന്ന് പ്രതിഷേധിച്ച പ്രവർത്തകർക്കു നേരെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. ബ്ലേഡ് ഉപയോഗിച്ചാണ് പ്രവർത്തകർ ബാരിക്കേഡ് കെട്ടിയ റോപ്പ് മുറിച്ചത്. 4 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പ്രതിഷേധം ശക്തമായി തുടർന്നു. ബാരിക്കേഡ് മറിച്ചിട്ടതിനുശേഷം റോഡിൽ കുത്തിയിരുന്ന് പ്രവർത്തകർ പ്രതിഷേധിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പോലീസ് മുളവടി മാറ്റണമെന്ന് KSU നേതാക്കൾ ആവശ്യപ്പെട്ടതോടെയാണ് ഉന്തും തള്ളുമുണ്ടായത്. കഴിഞ്ഞ മാസം 19-നായിരുന്നു മുള്ളൂർക്കര റെയിൽവേ ഗേറ്റ് പരിസരത്ത് SFI KSU സംഘർഷമുണ്ടായത്. സംഘർഷത്തിൽ പരിക്കേറ്റ SFI നേതാവ് ആദിത്യന്റെ പരാതിയിലാണ് ഗണേഷ് ആറ്റൂർ ഉൾപ്പെടെ 4 പേരെ പ്രതി ചേർത്ത് വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തത്. ഒളിവിൽ പോയ ഗണേശനെയും മറ്റു 2 പേരെയും കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കിയത് മുഖംമൂടി ധരിപ്പിച്ചും കയ്യാമം വെച്ചുമായിരുന്നു. ഇതിനെതിരെ കോൺഗ്രസ് വ്യാപക പ്രതിഷേധം ഉയർത്തുന്നതിനിടെയാണ് കഴിഞ്ഞ 20 ദിവസമായി വടക്കാഞ്ചേരി SHO UK ഷാജഹാനും സംഘവും അർദ്ധരാത്രിയിൽ വീട്ടിലെത്തി വേട്ടയാടിയെന്ന ആരോപണം ഗണേശന്റെ കുടുംബം ഉന്നയിക്കുന്നത്. SHOക്കെതിരെ നടപടി ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് കുടുംബം. അവനെ തെരുവിൽ നേരിടുക തന്നെ ചെയ്യും. എന്നാണ് കാക്കി ഇറങ്ങി കാക്കി നിന്ന് ഊരി ഈ കാക്കിയാണല്ലോ അവന് സംരക്ഷണം ഒരുക്കുന്നത്. പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറയുന്ന കുറ്റകൃത്യങ്ങളാണല്ലോ ചാർത്താൻ പോകുന്നത്. എന്ന് മോനെ നീ ആ കാക്കി നൂറിന് ഇറങ്ങിയെന്നോ അന്ന് നിന്റെ അവസാനമാണ്. അത് നീ ഓർത്തു വെച്ചോ. അത് ജില്ലാ KSU കമ്മിറ്റി പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരാ പറയണേ.